ഏതെങ്കിലും ഒരു കാരണത്താൽ ഈ വാഹനത്തിന് പിറകിൽ കുറച്ചധികം യാത്രക്കാരുണ്ടായിരുന്നെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുക എന്നത് അസാധ്യമാണ് എന്നതാണ് നാട്ടുകാരടക്കം പറയുന്നത്. കാരണം ഈ വാഹനത്തിന്റെ ഡോറുകളടക്കം ലോക്കായി. അത് ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അപകടകരമായ സാഹചര്യത്തിലാണ് അവിടെ കാർ ഉയർത്തുന്നത്. നോക്കൂ, രണ്ടുപേർ താഴെ ഇറങ്ങി നിൽക്കുകയാണ്. ആ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് യന്ത്രം ഉപയോഗിച്ച് വലിച്ചു കയറ്റുകയാണ്. വലിയ ശ്രമകരമായൊരു ദൗത്യമാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന്. അവിടെ സഹായിക്കാൻ ആരെങ്കിലും എത്തിയിരുന്നോ? ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ടോ? ഇത് എത്ര നേരമായി എല്ലാവരും കൂടി കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ ആ കാർ ഇപ്പോൾ കരയിലേക്ക് വലിച്ചു കയറ്റിയിരിക്കുന്നത്. വെള്ളത്തിലിറങ്ങിയാൽ, ഈ മഴക്കാലത്തിറങ്ങിയാൽ എലിപ്പനി ഉൾപ്പെടെ എന്തൊക്കെ ഭീതിയാണ് നമ്മുടെ നാട്ടിൽ. അതിനിടയിലുമാണ് ആളുകൾ അവിടെ ഒരു ശ്രമകരമായ ജോലി ചെയ്യുന്നത്. രതീഷ്, ആളുകൾ പറയുന്നത് രാവിലെ ഫയർഫോഴ്സിനെ വിളിച്ചിരുന്നു. ആ സമയത്ത് ഫയർഫോഴ്സിനെ കിട്ടിയില്ല. അതുകൊണ്ട് നാട്ടുകാർ തന്നെ ഇടപെടുകയായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും നമുക്കതിന്റെ കൂടുതൽ ഫയർഫോഴ്സിനെ വീണ്ടും ശ്രമിച്ചിരുന്നോ എന്നതറിയില്ല. രാവിലെ വിളിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല എന്ന് തന്നെ ആളുകൾ പറയുന്നു. നമ്മളിപ്പോ കാണുന്നത് കണ്ടോ, ഇത് ഈ ആളുകൾ നിൽക്കുന്നത് നേരെ മുന്നിൽ തോടാണ്. രതീഷ്, നേരത്തെ നമ്മൾ ഈ വീട്ടിലേക്ക് കയറി ഈ സംഭവം റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കുറച്ചുകൂടി മുന്നിലാണ് ഈ തോടുള്ളത്, അതുകൊണ്ട് അപകടമില്ല എന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ഇതാ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് മാത്രമേ വീട്ടിലേക്ക് കയറാനുള്ള ഒരു സംവിധാനമുള്ളൂ. നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്ത് മാത്രമേ വീട്ടിലേക്ക് കയറാൻ സംവിധാനമുള്ളൂ. ബാക്കിയൊക്കെ തോടാണ്. അതുകൊണ്ട് ആളുകൾ വീഴാനുള്ളൊരു സാഹചര്യമുണ്ട്. വെള്ളത്തിന്റെ ഒക്കെ അവസ്ഥ നമുക്ക് കണ്ടറിയാം. ഈ വെള്ളത്തിലൊക്കെ നിന്നാണ് ആളുകൾ ഇത്രയും നേരം രക്ഷാപ്രവർത്തനം നടത്തിയത്. കാർ എന്തായാലും പൂർണ്ണമായും കരയിലേക്ക് ഇപ്പോൾ കയറ്റിയിട്ടുണ്ട്. അത് ആശ്വാസകരം തന്നെയാണ്. പക്ഷെ ആ കാറ് പൂർണ്ണമായും നമുക്കറിയാം, അത് ഇത്രയും മണിക്കൂർ വെള്ളത്തിൽ കിടന്നൊരു വാഹനത്തിന്റെ അവസ്ഥ നമുക്കറിയാം. ആ ഡ്രൈവർക്കുണ്ടായ നാശനഷ്ടം അത് വലുതാണ്. ആളുടെ ജീവൻ രക്ഷപ്പെട്ടു എന്നത് മാത്രമാണ് ആശ്വാസകരമായ കാര്യം. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മനുഷ്യരാണ്, ഈ നാട്ടുകാരാണ് മണിക്കൂറുകളായി ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ഇതിന്റെ ഒരു അപകടം രതീഷ് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാകും. ക്യാമറ കണ്ട്, അതായത് ഇത് റോഡിൽ നിന്നാണ് കാറ് വന്നുകൊണ്ടിരുന്നത്. വന്ന് ഈ വലതു ഭാഗത്തേക്കായിരുന്നു കാറ് പോകേണ്ടിയിരുന്നത്. പക്ഷേ ഡ്രൈവർ തിരിക്കാൻ വേണ്ടി ഇടതുഭാഗത്തേക്ക് കാർ എടുത്തു. സ്വാഭാവികമായും ഈ വെള്ളം കണ്ടാൽ ഇവിടെ തോടാണെന്ന് ഡ്രൈവർക്ക് മനസ്സിലാകില്ല. ഇപ്പൊ ഞാൻ നിൽക്കുന്നതിന്റെ ഇത്രയും ഭാഗത്ത് മാത്രമാണ് സ്ലാബ് ഉള്ളത്. അത് ഈ വീട്ടിലേക്ക് കയറാനുള്ള സ്ലാബാണ്. ഇതിന്റെ അപ്പുറം ഇത് തോടാണ്. ഇതെങ്ങനെ ആളുകൾക്ക് മനസ്സിലാകും എന്നതാണ് ഉയരുന്ന ചോദ്യം. ഈ കാറ് വന്നതാണ്. ഇപ്പൊ ചേട്ടൻ കുഴിയിലേക്ക് വീണത് ഇതാണ് ഒരവസ്ഥ. അവിടെ വരെ സ്ലാബാണ്. നമുക്ക് പോലും ഇതിനപ്പുറത്തേക്ക് പോകാൻ ഭയമാണ്. ഇതുവരെ സ്ലാബുള്ളൂ, ഇതിന്റെ അപ്പുറം തോടാണ്. ഈ കുട വിൽക്കുന്നത് വരെ സ്ലാബ്, ഇതിന്റെ അപ്പുറത്തേക്ക് ആഴമുള്ള തോട്. ഇതെങ്ങനെ മനസ്സിലാകുമെന്ന ചോദ്യമാണ് നാട്ടുകാർ ചോദിക്കുന്നത്, ഇവിടുത്തെ പ്രദേശവാസികൾ ചോദിക്കുന്നത്. ടൂ വീലർ അടക്കമുള്ള എല്ലാ വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നത് പതിവാണ് എന്ന് പറയുന്നു. മണിക്കൂറുകൾ എടുത്തത് കഴിക്കാൻ പറ്റിയല്ലേ? മണിക്കൂറുകൾ എടുത്ത് എത്ര മണിക്കൂർ എടുത്ത് ഇത്രയും നേരം വേണ്ടി? ആളുകളൊക്കെ ഇത്രയും നേരം വെള്ളത്തിൽ മുങ്ങി കിടക്കായിരുന്നു ഇത്രയും നേരം വരെ. ഫയർഫോഴ്സ് സാധാരണ വരാറുണ്ടോ? വിളിച്ച വരാറില്ല. ഫയർഫോഴ്സ് ഒന്നും വിളിച്ചാൽ അവർ മൈൻഡ് ചെയ്യാറ് പോലും ഇല്ല. അല്ല, ഇത് രണ്ട് ഇതായിട്ടില്ല നടക്കുന്നത്. ഒന്ന് കോർപ്പറേഷൻ, ഒന്ന് മുനിസിപ്പാലിറ്റിയാ. പിന്നെ 2 MLA വന്നത്, ഒന്ന് തൃക്കാക്കര, ഒന്ന് തൃപ്പൂണിത്തുറ. ഇത് ആരുടെ ഫണ്ട് എടുത്ത് പണിയും. അപ്പൊ ഇവർക്ക് ഇലക്ഷനിൽ വോട്ട് മാത്രം മതി. ഇവിടുന്ന് 150 ആൾക്കാരുടെ വർഷമായിട്ട് തോട് തുറന്ന് കിടക്കുന്നതാണ്. ഇപ്പൊ ഏത് ഫണ്ട് എടുക്കും? കോർപ്പറേഷൻ ഫണ്ട് എടുക്കാൻ പറ്റില്ല, മുനിസിപ്പാലിറ്റി ഫണ്ട് എടുക്കാൻ പറ്റില്ല. ആ MLA എടുക്കാൻ പറ്റില്ല, ഈ MLA എടുക്കാൻ പറ്റില്ല. നിങ്ങൾ വന്നോണ്ടിരിക്കണ്ടേ? പകുതി മുറിച്ചേക്കുവാ. 2 ഫണ്ടാ, ഒറ്റ ഫണ്ടാ, ഉണ്ടാക്കിയതാ. മെട്രോ കടന്നു പോകുന്ന ഒരു സ്ഥലം. മെട്രോ കടന്നു പോയിട്ട് എന്താ കാര്യം? നമ്മുടെ കാര്യമൊക്കെ ഇത് എല്ലാവരും ഞങ്ങളൊക്കെ വീടുകളിലൊക്കെ വെള്ളം കയറി കിടക്കുക. എത്ര വർഷങ്ങളായിന്നറിയോ? ഈ സൈഡൊക്കെ ഒന്ന് വെള്ളം ഇറങ്ങാൻ പറയും. ഒറ്റ സൈഡിൽ പോലും ഇല്ല. എത്ര വണ്ടിക്കാർ, സ്വിഗ്ഗിക്കാര്, എത്ര പിള്ളേർ. അതൊക്കെ രാത്രി ആണെങ്കിൽ അറിയോ? ഇതിനകത്ത് ഒരു 4 പേരുണ്ടായിരുന്നെങ്കിൽ, പിള്ളേരുണ്ടാണെങ്കിൽ. എന്റെ കൊച്ചുങ്ങൾക്ക് അമ്പലത്തിൽ പോകാൻ പേടിയാ. അമ്പലത്തിൽ ഇതിന് പോകാൻ വീണാല ഇറക്കൂല വീട്ടിൽ നിന്ന്. ഇത് കാര്യമില്ല ചെയ്തിട്ട്. ആരോടാണ് ഇനിയിപ്പോ ഇന്നത്തെ ഇത് കഴിഞ്ഞ്, പരിപാടി കഴിഞ്ഞ്. ഇനിയിപ്പോ നാളെ വെള്ളം ഇറങ്ങിപ്പോകും. പറയുന്നത് 101% ശരിയാണ്. കൗൺസിലറൊക്കെ ബാലിശമായ ന്യായങ്ങൾ നേരത്തെ വിശദീകരിക്കുന്നത് കണ്ടു. നമുക്ക് പോലും അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ ദുരിതം അനുഭവിക്കുന്നവരുടെ ഒരു അവസ്ഥ ഊഹിക്കാവുന്നതല്ലോ. അവർ പറയുന്നത് കുഴി അടയ്ക്കാനുള്ള ഫണ്ട് തങ്ങളുടെ കയ്യിലുണ്ട്, തോടടയ്ക്കാനുള്ള ഫണ്ടില്ല എന്നുള്ളതാണ്. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ നിന്നുള്ള ആളുകളെ തെരഞ്ഞെടുത്ത് മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് വിടുന്നത്. അപ്പോൾ അവർക്ക് ഫണ്ട് മതിയാകുന്നില്ലെങ്കിൽ ജനപ്രതിനിധികളെ വിവരം അറിയിച്ച് കൂടുതൽ ഫണ്ട് കണ്ടെത്തി ഇത് പരിഹരിക്കാനുള്ള ഒരു നീക്കമാണ് വേണ്ടത്. പകരം അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനുള്ള ഫണ്ട്
ഫണ്ട് തങ്ങളുടെ കയ്യിലില്ല എന്നുള്ളതാണ്. എന്തായാലും ഇതാ നമുക്ക് കാണാം, കാർ പൂർണ്ണമായും കയറ്റിയിട്ടുണ്ട്. അത് ആശ്വാസകരമാണ്. പക്ഷേ അതിൻ്റെ ഒരു അപകടം ഇവിടെയുള്ള, നേരത്തെ നമ്മൾ ആ കുഴിയിലേക്ക് വീഴാൻ പോയത് ഇവിടെ ഉള്ള ജനിച്ചു വളർന്ന നാട്ടുകാരൻ തന്നെയാണ്. അദ്ദേഹത്തിന് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു ഇടത്തേക്ക് ആളുകൾ വന്ന് വീണാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. കാരണം അഴുക്ക് ജലമാണ്, കുഞ്ഞുങ്ങളടക്കം സ്കൂളിലേക്ക് പോകേണ്ട സ്ഥലമാണ്. നേരത്തെ ചേച്ചി പറഞ്ഞത് അതാണ്, കുട്ടികളെ പുറത്തിറക്കാൻ പേടിയാണ്, ഈ കൈ പിടിച്ച് പുറത്തേക്ക് കയറ്റി കൊണ്ടുപോവുകയാണ് പതിവ് എന്നുള്ളതാണ്. എന്തായാലും എന്താ ഈ പോസ്റ്റ് അടക്കം ഇതിപ്പോ നമുക്ക് ദൃശ്യങ്ങൾ കാണാം, ഈ തോടിന്റെ അവിടെയാണ് ഈ പോസ്റ്റ് അടക്കം ഉള്ളത്. എന്തായാലും ഇത് അങ്ങേയറ്റം അപകടകരമായ ഒരു സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം നാട്ടുകാർ നടത്തി എന്നുള്ളത് അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ്. ഈ പ്രശ്നങ്ങൾക്കിടയിലും ദുരിതത്തിനിടയിലും അവർ രക്ഷാപ്രവർത്തനത്തിന് മുന്നോട്ട് വന്നു എന്നുള്ളത് എടുത്തു പറയാം. ചേട്ടാ, ഇതിപ്പോ രാവിലെ ഞങ്ങൾ വന്നപ്പോൾ മുതലേ വെള്ളം, ഞങ്ങൾ 6 മണി തൊട്ട് ഞാനിവിടെ ഉണ്ട് ഓൾറെഡി. ഇതിന് വേണ്ടിയിട്ട് ഒരു ട്രാവലർ വീണപ്പോഴത്തേക്ക് ഇവിടുത്തെ നാട്ടുകാരൊക്കെ തന്നെ പൊക്കിക്കുട്ടി വിട്ടത്. ഇതെങ്ങനെ നിങ്ങൾ തിരിച്ചറിയും? കാരണം ഇത് ഇതിനപ്പുറത്തേക്ക് തോടാണ്. ഒരു പോസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു, ആ അടയാളമായിട്ട്. ഈ നാട്ടുകാരല്ലാണ്ട് വേറൊരാൾ വന്നു കഴിഞ്ഞാൽ എപ്പോഴായാലും തോട്ടിൽ വീഴും. ടൂ വീലറും വീഴുന്നുണ്ട്, നാട്ടുകാരും വീഴാറുണ്ട്. ഇങ്ങനെ ഒരു പോസ്റ്റ്, ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് ചെറിയ റോഡുണ്ട്. കാരണം ഇതിനൊരു ഈ തോടും റോഡും തമ്മിൽ വേർതിരിക്കാനുള്ള ഒരു സംവിധാനം ഇല്ലെങ്കിൽ ഇനിയും ആളുകൾ അപകടത്തിൽ പെടുമെന്നത് ഉറപ്പാണ്. ഇതാ ഇപ്പം നമ്മൾ കാണുന്നത് ഈ സ്ലാബ് എന്ന് പറയുന്നത് ആളുകൾക്ക് നടന്ന് ഈ വീട്ടിലേക്ക് പോകാനുള്ള ഒരു സ്ലാബ് മാത്രമാണ്. ഇതാ ഇതിനപ്പുറത്തേക്ക് തോടാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അപകടത്തിൻ്റെ ഒരു ആഴം മനസ്സിലാക്കേണ്ടത്. കാരണം കുട്ടികളടക്കം നടന്നു വരുമ്പോൾ അവരുടെ കാലൊന്ന് സ്ലിപ്പായാൽ, മഴക്കാലത്ത് സ്ലിപ്പായാൽ നേരെ വീഴുന്നത് ഈ ഒരാളോളം താഴ്ചയുള്ള തോടിലേക്കാണ്. ഉദാഹരണമാണ് ഈ തോടിന്റെ അവസ്ഥ നമുക്കറിയാം. അവിടുന്ന് ആ സ്ലാബില്ലെങ്കിലേ വണ്ടി നേരെ അടിയിലേക്ക് പോകും. ആ സ്ലാബ് ഉണ്ടായതുകൊണ്ട് അത് യാത്രക്കാരും ഉണ്ടായില്ല. അല്ലെങ്കിൽ ആ ഡ്രൈവർ എന്ത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടാ. അതിനകത്ത് യാത്രക്കാരനെ പണിയും കഴിഞ്ഞാൽ ഗ്ലാസിന്റെ ഇടയിലൂടെ വന്ന് മതിലെ പിടിച്ച് കയറി. അത് അയാളുടെ ദൈവഭാഗ്യം. തമ്പുരാൻ അയാളെ വിളിച്ചിട്ടില്ല, അതുകൊണ്ട് കാര്യം. കുറച്ചുകൂടി ആളില്ലാത്ത കുറച്ചുകൂടി പുലർച്ചെ സമയത്തൊക്കെ ആണെങ്കിൽ നല്ല മഴയുള്ള സമയമായിരുന്നു. മഴയുണ്ടായി. അപ്പൊ ഈ വീട്ടിലെ ചേട്ടൻ കണ്ടെന്ന് പറഞ്ഞു. പുള്ളി ആദ്യം വന്നിട്ട് തിരിച്ചു പോയതാണ്. അത് കഴിഞ്ഞ് ഒന്നും കൂടി വന്ന് എടുത്തതാ വണ്ടി. എന്താ ഒരു മുന്നറിയിപ്പ് ബോർഡ് പോലും വെക്കാനാണ്. ഇതുപോലും വലിച്ചു കെട്ടിയിട്ടില്ല. ഇത് തോടാണിത് കറക്റ്റ്. നമ്മളൊക്കെ വലിയ ഭീതിയോടെ കൂടി തന്നെയാണ് നടക്കുന്നേ പോകുന്നത്. അതെ. ഇതാണ് അവസ്ഥ. ഇത് 1 or 2 വീടുകളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. ഈ പ്രദേശത്ത് നിരവധി വീടുകളുണ്ട്. മാത്രമല്ല ഇതിപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ ഒരു പോസ്റ്റ് ഇവർ വെച്ചിട്ടുണ്ട്. കാരണം അപകടം ഇനി വരരുത് എന്ന ഉദ്ദേശത്തോടു കൂടി ഇതിലെ 2 പേര് കയറി പിടിച്ചു ചേട്ടൻ നടന്നു പോകുന്ന ഭാഗത്ത് റോഡാണ്. അതിന് തൊട്ടിപ്പുറത്ത് ഒരടി ഇപ്പുറത്തേക്ക് നീങ്ങിയാൽ, ഇടതുവശത്തേക്ക് നീങ്ങിയാൽ പിന്നീട് അങ്ങോട്ട് തോടാണ് എന്നുള്ളതാണ് ഇതിന്റെ അപകടം മനസ്സിലാക്കുന്നത്. എന്തായാലും അധികാരികൾ, ഈ കൗൺസിലർമാരൊക്കെ പറയുന്ന വിശദീകരണം ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. ആളുകൾക്ക് വേണ്ടത് ഈ അപകടം ഒഴിവാക്കാനുള്ള ഒരു പരിഹാരമാണ്. ഫണ്ടില്ല എന്ന് പറയുന്നത് ഒരു വിശദീകരണമല്ല, ഒരു ന്യായമല്ല. ജനങ്ങളുടെ, യാത്രക്കാരുടെ ജീവൻ കയ്യിൽ വെച്ചുള്ള, അത് പണയം വെച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഇതെന്ന് എടുത്തു പറയേണ്ടി. ശരിയാണ്, അക്ഷരാർത്ഥത്തിൽ അപകടകരമായ സാഹചര്യമായിരുന്നു അവിടെ. നേരത്തെയും വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഈ കാർ ഡ്രൈവറുടെ ജീവൻ നഷ്ടമാകാതിരുന്നത് ഭാഗ്യം കൊണ്ടാണ്. ഈ പെരുമഴയത്ത് ഈ തോട്ടിലേക്ക് തലകുത്തി കാർ മറിഞ്ഞു പോയിട്ട് എങ്ങനെയോ രക്ഷപ്പെട്ട അദ്ദേഹം മതിലിൽ പഠിച്ച് കയറി സമീപത്തെ വീട്ടിലേക്കെത്തി അവിടെയുള്ള ആളുകളെ അപകടം പറ്റിയെന്ന് വിവരം അറിയിക്കായിരുന്നു. ഈ കാറിൽ കുട്ടികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നേ ഉള്ളൂ. റിയ, ഇയാളെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റിയോ? ഇയാൾക്ക് പരിക്കുണ്ടോ അതോ കുഴപ്പമില്ലാത്ത അവസ്ഥയായിരുന്നോ? ഡ്രൈവർക്ക് വേറെ പരിക്കുകളൊന്നുമില്ല. അയാൾ വലിയൊരു ആശങ്കയിലും പേടിയിലുമൊക്കെയായിരുന്നു. മാത്രമല്ല അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കാൻ ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. അദ്ദേഹത്തിന് പെട്ടെന്നൊരു ഞെട്ടലൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് അദ്ദേഹം നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. സ്വാഭാവികമാണ്, കാരണം വാഹനം പെട്ടെന്നൊരു യാത്രയ്ക്ക് വന്ന വാഹനമാണ്, ആളെ എടുക്കാൻ വന്ന വാഹനമാണ്. അത് കുഴിയിലേക്ക് വീണ് അപകടമുണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെ വലിയൊരു ആശങ്ക അയാൾക്കുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, നാട്ടുകാർ ഇടപെട്ട് കയറ് കെട്ടി ഒരു താൽക്കാലികമായ മുന്നറിയിപ്പ് സംവിധാനം ഉണ്ടാക്കുകയാണ്. എന്തൊരു അപഹാസ്യമായ രീതിയാണെന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ മനസ്സിലാകും. 2 കൗൺസിലർമാർ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഇതൊരു അതിർത്തി
പോലെയാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട് പോലീസ് സ്റ്റേഷന്റെ ഒക്കെ അതിർത്തിയിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ഇത് ആര് നോക്കുമെന്നൊരു തർക്കം ഉണ്ടാകാറുണ്ടെന്ന്. അതുതന്നെ ഇവിടെയും നടക്കുന്നുവെന്ന് പറയാം. മറ്റും അടിഞ്ഞാൽ ഇതെന്റെ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ നിന്ന് പതുക്കെ കമ്പ് കൊണ്ട് കുത്തി അടുത്ത പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലേക്ക് ഒഴുക്കി വിടുന്നതൊക്കെ നമ്മൾ സിനിമകളിൽ കണ്ടു. അങ്ങനെ യഥാർത്ഥത്തിലും ഒരുപക്ഷെ സംഭവിച്ചിട്ടുണ്ടാകാം. സമാനമായ അപഹാസ്യമായ രംഗമാണ് പേട്ടയിൽ നമ്മൾ കാണുന്നത്. 2 നിയമസഭാ മണ്ഡലം തൃക്കാക്കരയും തൃപ്പൂണിത്തുറയും അതിൻ്റെ അതിർത്തിയാണ്. ഒരു ഭാഗത്തെ വീടുകൾ തൃപ്പൂണിത്തുറയിൽ, ഒരു ഭാഗത്തെ വീടുകൾ തൃക്കാക്കരയിൽ. ഒന്ന് നഗരസഭാ പ്രദേശം, ഒന്ന് മുനിസിപ്പാലിറ്റി പ്രദേശം. അപ്പോൾ നടുക്ക് കിടക്കുന്ന റോഡിന്റെ അവകാശി ആരാണ്, അവിടെ സുരക്ഷ ഒരുക്കേണ്ടത് ആരാണ് എന്ന കാര്യത്തിലുള്ള ചോദ്യം അങ്ങനെ നിൽക്കുമ്പോൾ ആ ചോദ്യത്തിൽ ഒരു മറുപടിയും ഉണ്ടാകുന്നില്ല എന്നത് ലജ്ജാകരമാണ് എന്നല്ലാതെ നമുക്ക് പറയാൻ കഴിയില്ല. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ വിളിച്ചാൽ പോലും അവിടെ സമയത്ത് എത്താറില്ല. ഇപ്പോഴും ആ ദൃശ്യങ്ങളിൽ നമ്മൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ പോലും കാണുന്നില്ല. അവിടുത്തെ നാട്ടുകാർ മണിക്കൂറുകൾ ആ ചെളിവെള്ളത്തിൽ കിടന്ന് അപകടകരമായ സാഹചര്യത്തിൽ ആ വാഹനത്തെ അവിടെ നിന്ന് ഉയർത്തിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. അത്രമേൽ അപഹാസ്യമായ കാഴ്ചയാണ് നമ്മൾ കൊച്ചിയിൽ നിന്ന്, പേട്ടയിൽ നിന്ന് കണ്ടത്.